പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദിവ്യകാരുണ്യീശോ നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെയാണ് നാം തരണം ചെയ്യേണ്ടത്? ജോഷുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നാം ഒരു സംഭവം കാണുന്നുണ്ട്. കാനാൻ ദേശത്തേക്ക് മോശയുടെ മരണത്തിന് ശേഷം ജോഷുവയാണ് ജനത്തെ നയിച്ചത്. അവർ പോകുന്ന വഴി വലിയൊരു പ്രതിസന്ധി. അവിടെ യോർദാൻ നദി കരകവിഞ്ഞൊഴുകുകയാണ്. അവർക്ക് അക്കരെ കടക്കാൻ സാധിക്കുന്നില്ലാത്ത അവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ദൈവം പറയുന്നു. യോർദാനിലെ വെള്ളത്തിനരികിൽ എത്തുമ്പോൾ അവിടെ നിശ്ചലരായി നിൽക്കണമെന്ന് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരോട് നീ കൽപ്പിക്കണം. വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് വേണം പുരോഹിതന്മാര് പോകാനായിട്ട്. വാഗ്ദാന പേടകത്തിനകത്ത് എന്താണ് ഇരിക്കുന്നത്? അത് മന്നയുണ്ട്, അതിനകത്ത് കൽപ്പലകയുണ്ട്, വചനവും വിശുദ്ധ കുർബാനയും അതിനുള്ളിലുണ്ട്. അത് വഹിക്കുന്ന പുരോഹിതന്മാർ യോർദാൻ നദിക്കരെ എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വീണ്ടും വചനം പറയാണ്. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ യോർദാൻ കരകവിഞ്ഞൊഴുക പതിവായിരുന്നു. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. വാഗ്ദാന പേടകം വിശുദ്ധ കുർബാനയും വചനവും വഹിക്കുന്ന വാഗ്ദാന പേടകവുമായിട്ട് പോയപ്പോൾ അവിടെ ഒഴുക്ക് നിലച്ചു. വലിയൊരു പ്രതിസന്ധി അവിടെ മാറുകയാണ്. അവർക്ക് ആ നദിയിലൂടെ അക്കരെ കടക്കാനായിട്ട് സാധിച്ചു. വരണ്ട ഭൂമിയിൽ എന്ന പോലെ അവർക്ക് അക്കരെ കടക്കാനായിട്ട് സാധിച്ചു. നമ്മുടെയും ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളും ഇപ്രകാരമാണ് ചെയ്യേണ്ടത്. സഭയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന്, പുരോഹിതന്മാരോട് ചേർന്ന് നിന്ന് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും. കർത്താവിന്റെ സാന്നിധ്യം പ്രതിസന്ധികളിലൂടെ നമ്മളെ അക്കരെ കടത്തും. നമ്മൾ കാണാത്ത ഒരു വഴി ദൈവം കാണുന്നുണ്ട്. നമുക്ക് മനസ്സിലാകില്ല ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ അക്കരെ കടക്കും, ഇതെങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കും എന്ന് പലപ്പോഴും നമുക്ക് ചിന്തയുണ്ട്. നമ്മുടെ ആകുല ചിന്ത അങ്ങനെയൊക്കെയാണ്, മാനുഷ്യമാണ്. പക്ഷെ കർത്താവിൽ ആശ്രയിച്ചാലോ, വിശുദ്ധ കുർബാനയിൽ ആശ്രയിച്ചാലോ ഒരു വഴി ഇങ്ങനെ തുറക്കപ്പെടുകയാണ്. കരകവിഞ്ഞൊഴുകുന്ന നദി അവിടെ സ്റ്റോപ്പായി. അവർക്ക് അവിടെ വരണ്ട ഭൂമിയിലൂടെ അക്കരെ കടക്കാൻ സാധിച്ചു. അവർ കാനാൻ ദേശത്തേക്ക് പോവുകയും ചെയ്തു. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാനാൻ ദേശത്തെത്താൻ, പ്രതിസന്ധിക്ക് അപ്പുറത്ത് എത്താനായിട്ട് നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധിക്കുമ്പോൾ നമ്മൾ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യുന്നു പഠിക്കുകയാണ്. കർത്താവിന്റെ മുമ്പിൽ നിന്ന് വചനം വായിക്കുമ്പോൾ അവിടെ നമ്മളോട് പറഞ്ഞു തരും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ദൈവം കാണിച്ചു തരും. നമ്മുടെ ആഗ്രഹത്തെക്കാൾ ഉപരി, പരിശ്രമത്തെക്കാൾ ഉപരി കൃപ പ്രവർത്തിക്കും. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാൻ കർത്താവ് നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിലും കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തെളിയാത്ത പാതകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉരുകാത്ത ഹൃദയങ്ങളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഒഴിയാത്ത ബാധകളില്ല. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ
ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം